ലോത്ത് എന്ന് പറയുന്നത് ആരാ? അബ്രഹാമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ആരാണ് അബ്രഹാമിന്റെ? ആരാണ് ലോത്ത്? സഹോദരന്റെ മകനാണ് ലോത്ത്. അബ്രഹാമിന്റെ സഹോദരന്റെ മകനാണ് ലോത്ത്. അപ്പൊ അബ്രഹാമിന്റെ അപ്പന്റെ ജോലി എന്തായിരുന്നു? വിഗ്രഹമുണ്ടാക്കുന്നവനായിരുന്നു. പേരെന്തായിരുന്നു? തേരഹ്. അബ്രഹാമിന്റെ അപ്പന്റെ പേര് തേരഹ്. തേരഹിന്റെ ജോലി എന്ന് പറയുന്നത് ദൈവങ്ങളെ ഉണ്ടാക്കുന്നവനായിരുന്നു, വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്നവനായിരുന്നു, പ്രതിമകളെ സൃഷ്ടിക്കുന്നവനായിരുന്നു. ആ പ്രതിമയുണ്ടാക്കുന്ന കുലത്തിൽ നിന്ന്, വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന കുലത്തിൽ നിന്ന് സ്വതം അബ്രഹാം എന്ന് പറയുന്ന തേരഹിന്റെ മകനെ പരിശുദ്ധ ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവരിക. അബ്രഹാമിന് യഹോവയായ ദൈവമായിട്ടൊരു ബന്ധവുമില്ല, യാഹ് എന്ന ദൈവത്തെ അറിയത്തില്ല. ഒരു ദിവസം തന്നോട് ദൈവം ഇടപെടുകയാണ്. അബ്രഹാമേ, ഞാൻ നിന്റെ ദൈവമാണ്. ആമേൻ. നമ്മൾക്കൊക്കെയും പേര് കൊണ്ടൊക്കെയും യേശുവായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും യേശു ആരാണെന്ന് അറിയുന്നത് ഈ ദൈവവചനം വായിക്കുമ്പോഴാണ്, ഈ ദൈവസഭയിൽ കടന്നു വരുമ്പോഴാണ്. യേശു ആരാ? യേശു എന്താ? യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? ആമേൻ. ഇതൊക്കെ തിരിച്ചറിയുന്നപ്പോഴാണ്